നമ്മളുടെ പ്രതികളിലേക്ക് പോവുകയാണ്. ആദ്യം തൃശ്ശൂരിലേക്കാണ്. സൂരജ് സജി തയ്യാറായി നിൽപ്പുണ്ട് തൃശ്ശൂരിൽ. സൂരജ് സജി തൃശ്ശൂരിൽ നമ്മൾ കണ്ടത് വലിയ ഓളമാണ്. അപ്പോൾ അവിടെ അത്രമാത്രം ആത്മവിശ്വാസമുണ്ട്, ഓരോ മുന്നണികൾക്കും വ്യക്തമായിട്ടുണ്ട്. ഒപ്പം തന്നെ അണികൾ എന്ത് പറയുന്നു, ജനങ്ങളുടെ ഒരു പൊതു വിലയിരുത്തൽ എന്താണ്? അപ്പോൾ ഇനിയുള്ള അടുത്ത ദിവസം നിശബ്ദ പ്രചാരണമാണ്. അപ്പോൾ കൃത്യമായി ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടാകണം അധികം ആളുകളും അല്ലേ അവിടെ? പ്രജിൻ വിജയകുമാർ, എന്തായാലും ഈ അരയും തലയും മുറുക്കിയുള്ള പരസ്യ പ്രചാരണത്തിന് സമാപനമാകുമ്പോൾ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എല്ലാ മുന്നണികളും ഉള്ളത്. കട്ടയ്ക്ക് എന്നുള്ളതാണ് നാട്ടുകാർക്കും വോട്ടർമാർക്കും ഉൾപ്പെടെ പറയാനുള്ളത്. ആരാണ് മുന്നിൽ എന്നത് ഒരു കാരണവശാലും പറയാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അത് തന്നെയാണ് ഇന്ന് കലാശക്കൊട്ടിൽ കണ്ടത്. ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു തൃശ്ശൂർ പൂരത്തിന് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. പക്ഷേ അതേ തെക്കേ നടയിൽ തന്നെ തെരഞ്ഞെടുപ്പിന്റെ ഒരു പൂരത്തിന് ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിച്ചു. അക്ഷരാർത്ഥത്തിൽ പൂരനഗരിയെ ആവേശം കൊള്ളിക്കുന്ന തരത്തിലായിരുന്നു 3 പേരുടെയും കൊട്ടിക്കലാശം. സുരേഷ് ഗോപിയൊക്കെ ഈ പ്രവർത്തകർക്കൊപ്പം നൃത്തം ചെയ്ത് വലിയ ആവേശം സൃഷ്ടിച്ചു. അതോടൊപ്പം തന്നെ സുനിൽകുമാർ ആകട്ടെ, കെ മുരളീധരനാകട്ടെ, ഈ പ്രവർത്തകരെ വലിയ രീതിയിൽ ആവേശം കൊള്ളിക്കുന്ന തരത്തിലേക്ക് എല്ലാ സ്ഥാനാർത്ഥികളും മാറുന്നൊരു കാഴ്ചയാണ് ഉണ്ടായത്. എന്തായാലും ഇനി വരുന്ന മണിക്കൂറുകൾ എല്ലാ മുന്നണികളെ സംബന്ധിച്ചും ഈ കണക്കുകൂട്ടലുകളുടെ സമയമാണ്. പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതൊക്കെ വോട്ടുകളാണ് ഈ അവസാന നിമിഷവും ഉറപ്പിക്കാൻ കഴിയുക എന്നൊരു ശ്രമമാണ് നടത്തുന്നത്. പ്രത്യേകിച്ച് എല്ലാ ക്യാമ്പുകളും കണക്കുകൂട്ടലുകളിലാണ്. BJPയെ സംബന്ധിച്ച് ഈ സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നാളെ ഈ പരസ്യപ്രചരണം അല്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള വോട്ടുകൾ ഉറപ്പിക്കാനുള്ള ഒരു നീക്കം അത് BJP ക്യാമ്പ് നടത്തും. പക്ഷേ ഇടത് ക്യാമ്പിലേക്ക് വരുമ്പോൾ യുവജനങ്ങളുടെ വോട്ടിലാണ്, പ്രത്യേകിച്ച് 35 വയസ്സിന് താഴെയുള്ള കോൺഗ്രസ് ആകട്ടെ ന്യൂനപക്ഷ വോട്ടുകളിൽ കണ്ണുവെക്കുന്നു. അങ്ങനെ അവസാന വട്ടവും തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ മുന്നണികൾ മുന്നോട്ട് പോവുകയാണ്. പ്രജിൻ വിജയകുമാർ. യെസ്, എന്ന് തൃശ്ശൂർ ഒരു കൗതുകമുള്ള കാഴ്ച. 2 ലെയർ ഈ ബാരിക്കേഡുകൾ വെച്ചാണ് പോലീസ് ഈ 3 മുന്നണികൾക്കും വേദിയൊരുക്കി. അതുകൊണ്ട് ആ കവാടത്തിന് പുറത്തേക്ക് കടക്കാതെ അച്ചടക്കത്തോടെ എല്ലാവരും നിന്നു. അതാണ് ആ ദൃശ്യങ്ങളാണ്. ഇതിന്റെ ആകാശ ദൃശ്യങ്ങൾ കാണണമായിരുന്നു. എനിക്ക് തോന്നുന്നു ആ സമയത്ത് നമ്മൾ സാധാരണ പറയുന്ന തൃശ്ശൂർ അതിന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയ ആൾക്കൂട്ടത്തെ ഒരു തെരഞ്ഞെടുപ്പ് കലാശപ്പോരിൽ കൊണ്ടുവന്നിട്ടില്ല. അത്രയും വലിയ ആൾക്കൂട്ടം. അപ്പോൾ ഇവിടെ ആവേശം എത്രത്തോളം ഉണ്ട്.